ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ലിമിറ്റ് ആണ്. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് നമുക്ക് അതിനെന്ത് വേണം? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും വേണം. കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. കൂടാതെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തായിരിക്കണം? എഫ് ഓഫ് എക്സ് നോട്ട് ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അതായത് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് സെറ്റ് ടു ബി continuous at x equal to x naught if limit extends to x naught f of x equal to f of x naught. That is, first of all f of x naught exist ചെയ്തിരിക്കണം, limit extends to x naught f of x exist ചെയ്തിരിക്കണം. ഈ ഫസ്റ്റ് കണ്ടീഷനും സെക്കൻഡ് കണ്ടീഷനും എന്താവും വേണം? ഈക്വൽ ആവും വേണം. ഇതാണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലേ എന്നുള്ളതിന്റെ നോക്കേണ്ട കാര്യം. അതായത് ഇപ്പൊ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്നുള്ള ഒരു ഫംഗ്ഷൻ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് എക്സ് ഈക്വൽ ടു എക്സ് നോട്ടിൽ കണ്ടിന്യൂസ് ആണ് പറയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് നോട്ട് എന്തായിരിക്കണം? എക്സിസ്റ്റ് ചെയ്തിരിക്കണം. സെക്കൻഡ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്തിരിക്കണം. തേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വൺ ഈസ് ഫസ്റ്റ്, ദിസ് വൺ ഈസ് സെക്കൻഡ്. എഫ് ഓഫ് എക്സ് നോട്ട് ആൻസർ തന്നെ ആയിരിക്കണം എന്തിനും കിട്ടേണ്ടത്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സിന്റെ ആൻസർ ആയിട്ടും കിട്ടേണ്ടത്. ഈ മൂന്ന് കണ്ടീഷനാണ്. ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, അതില് രണ്ട് നോക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ഫംഗ്ഷൻ തന്നിട്ട് കണ്ടിന്യൂസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്ത വാല്യൂ തന്നെയാണോ ഇപ്പൊ നിങ്ങൾ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ഇപ്പൊ സംതിങ് എക്സ് പ്ലസ് 2 എന്ന് കിട്ടി. ഓക്കെ, നിങ്ങൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ചെയ്യാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താ വരിക? ലിമിറ്റ് ഞാൻ ചെയ്യാണ്. അപ്പൊ ലിമിറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പൊ അതിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കിട്ടി. ഇനി ഈ ലിമിറ്റ് തന്നെയാണോ, ഈ 4 എന്നുള്ള ലിമിറ്റ് തന്നെയാണോ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷനിൽ നിങ്ങൾ എക്സ് കാണുന്നോടത്ത് 2 കൊടുത്താൽ കിട്ടുന്നതെന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പൊ എഫ് ഓഫ് എക്സ് എന്നുള്ളതിൽ എഫ് ഓഫ് 2 ഫൈൻഡ് ചെയ്യാം. ഇവിടെ എക്സ് നോട്ടിന്റെ സ്ഥാനത്ത് 2 ആണല്ലോ. ദാറ്റ് ഈസ് 2 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പൊ രണ്ടിന്റെ ലിമിറ്റ് കിട്ടണതും 4 ആണ്. എഫ് ഓഫ് എക്സ് നോട്ട് എഫ് ഓഫ് 2യുടെ വാല്യൂ 4 ആണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ഫംഗ്ഷൻ എന്താന്ന് പറയാൻ പറ്റും? കണ്ടിന്യൂസ് ആണെന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, ഇനി പോളിനോമിയൽ ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണോ എന്നാണ് നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ ഫംഗ്ഷനെ നമ്മൾ ജനറൽ ആയിട്ട് എങ്ങനെ എഴുതാറുള്ളത്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ നോട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് എ വൺ എക്സ് റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ മൈനസ് 1 എക്സ് പ്ലസ് എ എൻ. ഇങ്ങനെയാണ് ജനറൽ ആയിട്ട് നമ്മളൊരു പോളിനോമിയലിനെ എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ഈ പോളിനോമിയൽ ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണെന്ന് ഞാൻ ജനറൽ ആയിട്ടാണ് പറയുന്നത്. പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് ഓൾവേസ് കണ്ടിന്യൂസ് ഓർ നോട്ട് എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പൊ പോളിനോമിയൽ ഫംഗ്ഷൻസിൽ ഫംഗ്ഷൻ ഞാൻ എടുത്തു. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? അറ്റ് എ പോയിന്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ടിൽ നോക്കാം കേട്ടോ. അറ്റ് എ പോയിന്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ടിൽ. അപ്പൊ നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഏതാണ് രണ്ട് കാര്യങ്ങൾ? ഏതാണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ നോക്കേണ്ടത് എന്താണ്? എഫ് ഓഫ് എക്സില് എക്സിന്റെ സ്ഥാനത്ത് എക്സ് നോട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ആൻസർ കിട്ടും, എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ആ ആൻസറും ആ കിട്ടുന്ന ആൻസറും ഈ കിട്ടുന്ന ആൻസറും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ലിമിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതും അതുപോലെ തന്നെ നിങ്ങൾ അതിൽ എഫ് ഓഫ് എക്സിലെ എക്സിന്റെ വാല്യൂ എക്സ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും കിട്ടുന്ന ആൻസർ ഈക്വൽ ആണെങ്കിൽ വി ഹൗ ടു സേ ദ ഗിവൺ പോളിനോമിയൽ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് എന്നിട്ട് നമുക്ക് പറയാം. അപ്പൊ ഏതൊരു പോളിനോമിയൽ എടുക്കുകയാണെങ്കിലും ആ ഫംഗ്ഷൻ എന്താന്ന് പറയാൻ പറ്റും? കണ്ടിന്യൂസ് ആണെന്നുള്ളത് പറയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എഫ് ഓഫ് എക്സില് എക്സ് കാണുന്നിടത്ത് എക്സ് നോട്ട് കൊടുക്കുകയാണ്. അപ്പൊ എഫ് ഓഫ് എക്സ് നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷനിൽ എക്സ് കാണുന്നിടത്തെല്ലാം എക്സ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് എ നോട്ട് എക്സ് നോട്ട് റേസ് ടു എൻ പ്ലസ് എ വൺ എക്സ് നോട്ട് റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ മൈനസ് 1 എക്സ് നോട്ട് പ്ലസ് എ എൻ. അല്ലെ, ഇതെന്താണ്? ഇപ്പൊ ഈ ഫംഗ്ഷൻ തന്നെയാണ് ഇതിലെല്ലാം നോക്കിക്കേ.
എക്സ് നോട്ട് എക്സിന്റെ സ്ഥാനത്തെല്ലാം എന്താണ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇതിനെ എന്ത് പറയാൻ പറ്റും, എഫ് ഓഫ് എക്സ് നോട്ട് ആയിട്ട് വിളിക്കാൻ പറ്റും. ശരിയല്ലേ? ഇത് എഫ് ഓഫ് എക്സ് ആണ്, അപ്പൊ എല്ലായിടത്തും എക്സ് ആണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു പോളിനോമിയൽ രൂപം തന്നെയല്ലേ വന്നിട്ടുള്ളത്. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ നോട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് എ വൺ എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ മൈനസ് വൺ എക്സ് പ്ലസ് എ എൻ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ലിമിറ്റ് നേരെ കൊടുക്കുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ റൂൾസ് ഒക്കെ നോക്കുക. ഞാൻ റൂൾസ് ഒന്നും എഴുതുന്നില്ല, ജസ്റ്റ് എഴുതാണ് എ നോട്ട് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് എ വൺ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ മൈനസ് വൺ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എ എൻ. ലിമിറ്റിന്റെ എല്ലാ റൂൾസുകളും നിങ്ങൾ പഠിച്ചതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ നോട്ട് എക്സിന് എക്സ് നോട്ട് കൊടുക്കുമ്പോൾ എക്സ് നോട്ട് റേസ് ടു എൻ പ്ലസ് എ വൺ എക്സ് നോട്ട് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് നോട്ട് പ്ലസ് എ എൻ മൈനസ് വൺ എക്സ് നോട്ട് പ്ലസ് എ എൻ. ഇതന്നെയല്ലേ നോക്കിക്കേ നിങ്ങൾക്ക് ലിമിറ്റ് ആയിട്ട്, ലിമിറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ചെയ്തപ്പോൾ കിട്ടിയ ആൻസറും ഇതന്നെയല്ലേ നോക്കിക്കേ. അപ്പൊ ഈ ലിമിറ്റും ഒരു പോളിനോമിയൽ രൂപം തന്നെയാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇതും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് എക്സിസ്റ്റ്, രണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും വേണം. ആ ലിമിറ്റും എഫ് ഓഫ് എക്സ് നോട്ടിന്റെ ആൻസറും എന്താവും വേണം, നമുക്ക് ഈക്വൽ ആവും വേണം. അപ്പൊ എഫ് ഓഫ് എക്സ് നോട്ടിന് കിട്ടിയ അതേ ആൻസർ തന്നെയാണ് നമുക്ക് എന്തിനും കിട്ടിയത്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ചെയ്തപ്പോഴും ആൻസർ കിട്ടുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ ഫംഗ്ഷൻ പോളിനോമിയൽ ഫംഗ്ഷൻസ് ആർ ഓൾവേസ് കണ്ടിന്യൂസ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കുകയാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ടു ഇസ് ഇറ്റ് കണ്ടിന്യൂസ് ഓർ നോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളിനോമിയൽ ഫംഗ്ഷൻ ഏത് പോയിന്റിലും എന്താണ്, കണ്ടിന്യൂസ് ആണ്. എല്ലാ പോയിന്റ്സിലും പോളിനോമിയൽ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണെന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇനി റാഷണൽ ഫംഗ്ഷൻസ്. ഇപ്പൊ റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് അല്ലെ. റാഷണൽ ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആവുന്നത് അത് എവിടെയാക്കി, ആ ഡിനോമിനേറ്റർ സീറോ അല്ലാത്ത, അതായത് ഡിനോമിനേറ്റർ എക്സിസ്റ്റ്. അപ്പൊ ഈ ജി ഓഫ് എക്സ് റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സ് എന്താണ്, നോട്ട് ഈക്വൽ ടു സീറോയാണ് അല്ലെ. അതായത് ഇതിന്റെ ഡൊമൈനില് റാഷണൽ ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് റാഷണൽ ഫംഗ്ഷൻസ് ആർ ഓൾവേസ് കണ്ടിന്യൂസ് ആണ് എക്സെപ്റ്റ് അറ്റ് ദ ജി ഓഫ് എക്സ് ഈക്വൽ ടു സീറോ. ജി ഓഫ് എക്സ് സീറോ ആവുന്ന പോയിന്റ്സിലല്ലാത്ത എല്ലായിടത്തും റാഷണൽ ഫംഗ്ഷൻസ് എന്താണ്, കണ്ടിന്യൂസ് ആണ്. അല്ലെങ്കിൽ തന്ന റാഷണൽ ഫംഗ്ഷൻസിന്റെ ഡൊമൈനില് കംപ്ലീറ്റ് ആ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. തന്ന റാഷണൽ ഫംഗ്ഷൻസിന്റെ ഡൊമൈനില് ആ ഫംഗ്ഷൻ കംപ്ലീറ്റ് എന്താണ്, കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണ് എക്സ് പ്ലസ് ടു ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൺ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ആണ് നിങ്ങൾക്ക് തന്നെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എന്ന് എടുക്കുക. ഓക്കെ, ഇപ്പൊ 2 ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക, 2 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4/1 അല്ലെ. 4/1 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആണ് അല്ലെ. അപ്പൊ ഈ 4 എന്താണ്, ഇത് ഈ ഫംഗ്ഷനിൽ യാതൊരു വിധ ഡിസ്കണ്ടിന്യൂറ്റിയും ഫീൽ ചെയ്യുന്നില്ല. കാരണം എന്താണ്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ജി ഓഫ് എക്സ് സീറോ ആവുന്ന കേസ് വരുന്നില്ല. ഇൻ കേസ് നമ്മുടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ആണെന്ന് വിചാരിക്കാം. അങ്ങനെ ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നിങ്ങൾ ലിമിറ്റ് ഡയറക്റ്റ് കൊടുക്കുമ്പോൾ 3 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. അതായത് ഇതിന്റെ ഡിനോമിനേറ്റർ 0 ആണ്. അപ്പൊ ഈ പോയിന്റില് എക്സ് ഈക്വൽ ടു 1 എന്ന പോയിന്റില് ഈ റാഷണൽ ഫംഗ്ഷൻ എന്താണ്, ഡിസ്കണ്ടിന്യൂസ് ആണ്. അതല്ലാത്ത എല്ലാ പോയിന്റ്സിലും ഈ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത് റാഷണൽ ഫംഗ്ഷൻസ് ആർ ഓൾവേസ് കണ്ടിന്യൂസ് എക്സെപ്റ്റ് അറ്റ് ദ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0. അല്ലെങ്കിൽ റാഷണൽ ഫംഗ്ഷൻസ് ആർ ഓൾവേസ് കണ്ടിന്യൂസ് ഇൻ ദയർ ഡൊമൈൻ. അതിന്റെ ഡൊമൈനിൽ കംപ്ലീറ്റ് ആ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. ഡിനോമിനേറ്റർ 0 വരുന്ന കേസിലല്ലാത്ത എല്ലായിടത്തും ആ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഈ രണ്ട് കോൺസെപ്റ്റ് ആണ് ഇതിലുള്ളത്. അതിൽ വെച്ചിട്ടുള്ള നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. യൂസ് ദ കണ്ടിന്യൂറ്റി ഓഫ് റാഷണൽ ഫംഗ്ഷൻസ് ആൻഡ് ദ റീപ്ലേസ്മെന്റ് റൂൾ if necessary
to evaluate the following limits. Use the continuity of rational functions and the replacement rule if necessary to evaluate the following limits. First question. Limit x tends to minus 5, x square plus x minus 20 divided by x square plus 6x plus 5. Second question. Okay, ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്, നമുക്ക് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആദ്യം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ എന്താ സംഭവിക്കുക, -5 ഹോൾ സ്ക്വയർ പ്ലസ് -5 മൈനസ് 20 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയറിന് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ -5 ഹോൾ സ്ക്വയർ പ്ലസ് 6 into 5 പ്ലസ് 5. ഓക്കെ അല്ലേ? 6 into 5 പ്ലസ് 5 ദാറ്റ് ഈസ് -5 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കാം, 6 into -5 ആണ് കേട്ടോ. 25 -5 -20. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇവിടെ ചെയ്യുമ്പോൾ 25 -30 പ്ലസ് 5. ഇവിടെ നോക്കിക്കേ, ഇതിന്റെ ഡിനോമിനേറ്റർ എന്താ, അത് ശരിക്കും വരുന്ന 25 - 5 എന്ന് പറഞ്ഞാൽ 20 ആണ്. 20 - 20 എന്ന് പറയുമ്പോൾ 0/0 ഫോം ഒക്കെയാണ് ഇത് വരുന്നത്. നമ്മൾ അത് നോക്കണ്ട, നിങ്ങൾ ഡിനോമിനേറ്റർ 0 ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഡിനോമിനേറ്റർ എന്താണ് ഇവിടെ, 0 ആണ്. ഡിനോമിനേറ്റർ 25 + 5 എന്ന് പറയുമ്പോൾ 30 - 30 എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ 0 ആണ്. അപ്പൊ എക്സ് ടെൻസ് ടു -5 എന്നുള്ള ഫംഗ്ഷനില് ശരിക്കും എന്താണ്, ഇതെന്തല്ല, കണ്ടിന്യൂസ് അല്ല. കണ്ടിന്യൂസ് ആണോ? അല്ല. കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് ഡിനോമിനേറ്റർ 0 അല്ല. പക്ഷെ റീപ്ലേസ്മെന്റ് റൂള്, അപ്പൊ നിങ്ങൾ ഒറ്റയടിക്ക് ഇത് കണ്ടിന്യൂസ് അല്ല എന്ന് പറയരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ എടുത്തിട്ടത്. ഈ ഫംഗ്ഷനിൽ ഇപ്പൊ ഡിനോമിനേറ്റർ 0 ആണ്, അതുകൊണ്ട് അത് ഡൊമൈനിലല്ല. അപ്പൊ നമുക്കിത് കണ്ടിന്യൂസ് അല്ല എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനാണ് റീപ്ലേസ്മെന്റ് റൂൾ യൂസ് ചെയ്യുന്നത്. റീപ്ലേസ്മെന്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഫംഗ്ഷനെ നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യാം. അപ്പൊ അവിടെ നോക്കിക്കേ, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 20, അതായത് ഒരു റേഷണൽ ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഫ്രാക്ഷൻ നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം, ഷോർട്ട് ചെയ്യണം. എത്രത്തോളം ഷോർട്ട് ആക്കാൻ പറ്റുമോ അത്രത്തോളം ഷോർട്ട് ചെയ്യുക, എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. എന്നിട്ടും അതിന്റെ ഡിനോമിനേറ്ററിൽ 0 കിടക്കുകയാണെങ്കിൽ ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ എന്തല്ല എന്ന് പറയാൻ പറ്റും, കണ്ടിന്യൂസ് അല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം, ദ ഡിനോമിനേറ്റർ ഓഫ് ദ ഗിവൺ റാഷണൽ ഫംഗ്ഷൻ വാനിഷസ് വെൻ x ഈക്വൽ ടു -5. x ഈക്വൽ ടു -5 കൊടുക്കുമ്പോൾ ഈ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നുണ്ട്, 0 ആയി പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എന്ത് യൂസ് ചെയ്യാൻ പോവാണ്, ഇത് x ഈക്വൽ ടു -5 the function is not defined at x equal to -5 and so we cannot use continuity of rational functions directly. അതായത് റാഷണൽ ഫംഗ്ഷന്റെ ആ ഒരു കേസ് വെച്ച് മാത്രം നമുക്ക് ഈ ഫംഗ്ഷൻ എന്താന്ന് പറയാൻ പറ്റില്ല, ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആണോ അല്ലേ എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഇവിടെ x ഈക്വൽ ടു -5 ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അപ്പൊ നമ്മൾ അവിടെ റാഷണൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റില്ല. റാഷണൽ ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി മാത്രം യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യാം, ഈ ഫംഗ്ഷനെ ഷോർട്ട് ചെയ്ത് നോക്കുക. അതായത് ഇതിനെ ഫാക്ടറൈസേഷൻ ചെയ്യാം. എന്നിട്ട് ഇതിന് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പൊ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടിന്യൂറ്റി പറയാൻ പറ്റും. അപ്പൊ ഈ ഫംഗ്ഷനിൽ ഇതിനെ ഫാക്ടറൈസേഷൻ നടത്തുക. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 20, ഒന്നെങ്കിൽ നിങ്ങൾ ഇതിനെ -b + or -√b² - 4ac/2a വെച്ചിട്ട് ചെയ്യാം. അതായത് ക്വാഡ്രാറ്റിക് വെച്ചിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഡയറക്റ്റ് ഫാക്ടറൈസേഷൻ നടത്താം. എങ്ങനെയാണ്, രണ്ട് സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -20 കിട്ടണം. അതേ രണ്ട് സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടണം. അങ്ങനത്തെ രണ്ട് സംഖ്യ ഉണ്ടോ ചെക്ക് ചെയ്യുക. ഏത് സംഖ്യക്കാണ് പിന്നെ 5ഉം -4 നോക്കിക്കേ, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -20 ആണ്. ഇനി ഇങ്ങനെ അറിയാത്തവർ എന്താ ചെയ്യുക, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുക കേട്ടോ. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, 1 ആണ് വരിക. ശരിയല്ലേ? അപ്പൊ നമ്മുടെ വാല്യൂസ് ഏതാ വരിക, x-4 ഫാക്ടറൈസേഷൻ നടത്താം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 20നെ x-4 ഇൻറ്റു x + 5 എന്ന് ഫാക്ടറൈസേഷൻ നടത്താം. ഓക്കെ, അതായത് നമ്മൾ ചെയ്യുന്ന ശരിക്കും ഇതിന് 5ഉം -4ഉം ആണ് ആ നമ്പേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ x + a ഇൻറ്റു x + b ആണ്. ഓക്കെ, അത് ചെയ്തിട്ടുള്ള ഇവിടെ x-4 ഇൻറ്റു x + 5. നിങ്ങൾ ക്വാഡ്രാറ്റിക് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ -b -1 1² - 4 ഇൻറ്റു 1 + 20 20 1 + 80/2 that is equal to -1 + or -√81 എന്ന് പറയുമ്പോൾ 9 ആണ്. -1 + 9 എന്ന് പറയുമ്പോൾ 8/2 that is equal to 4 എന്ന് വരും.
പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ -10/2 ദാറ്റ് ഈസ് ഈക്വൽ ടു -5. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റൂട്ട്സ് എയും ബിയും ആണെങ്കിൽ അതിനെ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്ത് എഴുതുക x+a × x+b ആണ്. അത് മാറരുത്. എന്നാൽ ക്വാഡ്രാറ്റിക് വെച്ചിട്ട് നമുക്ക് റൂട്ട്സുകൾ കിട്ടുന്നത് എയും ബിയും ആണെങ്കിൽ നമ്മൾ അതിനെ എഴുതുക x-a × x-b എന്നാണ് എഴുതുക. ഓക്കെ, അപ്പൊ ഇവിടെ 4 -5 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുക? x-4 × x-5 ദാറ്റ് ഈസ് ഈക്വൽ ടു x+5. അതന്നെയല്ലേ ഇവിടെ കിട്ടിയ നോക്കിക്കേ. ഓക്കെ, അപ്പൊ ഞാൻ ക്വാഡ്രാറ്റിക് യൂസ് ചെയ്യേണ്ടടുത്ത് യൂസ് ചെയ്യുള്ളൂ. ഇനിയിപ്പോ ഫാക്ടറൈസേഷൻ അറിയാത്തവർക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ അതിന് ന്യൂമറേറ്ററിനെ എനിക്ക് x-4 × x+5 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതേപോലെ ഡിനോമിനേറ്ററിനെ നോക്കിക്കേ. 2 സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5 കിട്ടണം. അതേ 2 സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടണം. ഏതാ വരിക? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5 കിട്ടണ 1ഉം 5ഉം ആണ് അല്ലെ. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 + 5 എന്താണ്? 6 ആണ്. ഇനി അല്ലാത്തോല് എന്ത് യൂസ് ചെയ്യും? ക്വാഡ്രാറ്റിക്. അപ്പൊ ഇതിന്റെ ഇതെന്താ വരിക? x+a × x+b ആണ്. അപ്പൊ x+1 × x+5 ആണ്. നോക്കിക്കേ, ഇനി റീപ്ലേസ്മെന്റ് റൂൾ യൂസ് ചെയ്യാം. റീപ്ലേസ്മെന്റ് റൂൾ പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ക്യാൻസൽ ചെയ്യുക. ദാറ്റ് ഈസ് x+y / x+y ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? x-4 / x+1. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കിക്കേ. ദാറ്റ് ഈസ് ഈക്വൽ ടു -5 - 4 / -5 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -9/4. അപ്പൊ ഇതിനെന്താണ്? -9/- 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 9/4. അപ്പൊ നോക്കിക്കേ, കണ്ടിന്യൂറ്റി ഓഫ് റാഷണൽ ഫംഗ്ഷൻ പ്രകാരം ഈ ഫംഗ്ഷൻ എന്താ നമുക്ക് കിട്ടി? കണ്ടിന്യൂസ് ആണെന്നുള്ളത് കിട്ടി. ഓക്കെ, അപ്പൊ നിങ്ങൾ റാഷണൽ ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി മാത്രം നോക്കിയിട്ട് അതിന് ചെയ്യരുത്. നിങ്ങൾ അവിടെ എന്തും കൂടെ ചെയ്യണം. ഇതിനെ റാഷണൽ ഫംഗ്ഷൻ വെച്ച് ചെയ്യാം. എന്താ നോക്കേണ്ടത്? എന്താണ്? മാക്സിമം ഷോർട്ട് ആക്കിയിട്ട് അവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഡിനോമിനേറ്റർ 0 വരുന്നില്ലെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ ഏതാ? ലിമിറ്റ് del x tends to 0 del x whole cube plus 2 × del x whole square divided by del x. ഡയറക്റ്റ് ആയിട്ട് del x അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 0 വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഷോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെയും del x ഉണ്ട്, ഇവിടെയൊക്കെ del x ഉണ്ട്. del x ഔട്ട് സൈഡ് എടുക്കുക. del x ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടുന്ന് del x പോന്നു കഴിഞ്ഞാൽ del x ഹോൾ സ്ക്വയർ വരും. ഇവിടുന്ന് del x വന്നാൽ 2 del x വരും ഡിവൈഡഡ് ബൈ del x. ഈ del x ഇല്ല, del x ക്യാൻസൽ ചെയ്യാം. ഇനി ഇത് നമുക്ക് ഷോർട്ട് ആക്കാനൊന്നും കഴിയില്ല. അപ്പൊ അത് അവിടെ വെച്ചിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി നിങ്ങൾ എന്ത് ചെയ്യാം? del x കാണുന്നിടത്തൊക്കെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു del x → 0 കൊടുക്കുമ്പോൾ എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഈ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂറ്റി ആണ്. കണ്ടിന്യൂറ്റി ഓഫ് എ റാഷണൽ ഫംഗ്ഷൻ പ്രകാരം ഇതെന്താണ്? കണ്ടിന്യൂസ് ആണെന്നുള്ളത് കിട്ടി. ഓക്കെ, കണ്ടിന്യൂസ് ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ റാഷണൽ ഫംഗ്ഷന് ഒറ്റയടിക്ക് നിങ്ങൾ കണ്ടിന്യൂസ് അല്ല എന്ന് പറയരുത്. ഡിനോമിനേറ്റർ 0 എന്ന് വിചാരിച്ചിട്ട് കണ്ടിന്യൂസ് അല്ല എന്നുള്ളത് പറയരുത്. നെക്സ്റ്റ് ക്വസ്റ്റൻ ഏതാ? ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ f(x) = √x is continuous at a non-negative real number x0. Show that the function f(x) = √x is continuous at any non-negative real number x0. അതായത് എന്താ നമ്മളോട് ഷോ ചെയ്യാൻ പറഞ്ഞത്? f(x) = √x എന്ന് പറയുന്ന ഫംഗ്ഷൻ നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സിൽ, അതായത് നെഗറ്റീവ് അല്ലാത്ത എല്ലാ റിയൽ നമ്പേഴ്സിലും ഈ ഫംഗ്ഷൻ എന്താണെന്നാ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? കണ്ടിന്യൂസ് ആണ്. അതായത് ഇപ്പൊ √2x + 1 കണ്ടിന്യൂസ് ആണോന്ന്, അല്ലെങ്കിൽ ഏത് റൂട്ടും നോൺ നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ 0 ആവാൻ പാടില്ല, നെഗറ്റീവും ആവാൻ പാടില്ല. നമ്മൾ റിയൽ അനാലിസിസ് അല്ലേ ഇപ്പൊ പഠിക്കുന്നുള്ളൂ. 0യും നോൺ നെഗറ്റീവും അല്ലാത്ത എല്ലായിടത്തും അതെന്താണ്? കണ്ടിന്യൂസ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുക്കാണ്. അസ്യൂം ദാറ്റ്, ശ്രദ്ധിക്കുക, അസ്യൂം ദാറ്റ് ലിമിറ്റ് x tends to x0 √x exists and
ഷോ ചെയ്യാനല്ലേ പറഞ്ഞത്, കണ്ടിന്യൂസ് ആണെന്ന് ഷോ ചെയ്യാനല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അസ്യൂം ചെയ്തു ഇത് ലിമിറ്റ് റൂട്ട് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താന്നും അസ്യൂം ചെയ്തു, എല്ലാന്നും അസ്യൂം ചെയ്തു. ആണല്ലോ, അങ്ങനെ അസ്യൂം ചെയ്ത് വെച്ചിട്ടു. ഇതിന്റെ അസംഷൻ ആണ്, അസ്യൂം ചെയ്തു. ദെൻ എൽ സ്ക്വയർ ചെയ്ത് നോക്കിക്കേ. എൽ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, എൽ ഡോട്ട് എൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വൺ ആണല്ലോ. അപ്പൊ എന്ത് വരും, ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് റൂട്ട് എക്സ് ഡോട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് റൂട്ട് എക്സ്. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഞാൻ കോമൺ ആക്കിയിട്ട് എടുക്കാണ്. പ്രോഡക്റ്റ് റൂള് പ്രകാരം ലിമിറ്റ് കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, റൂട്ട് എക്സ് ഡോട്ട് റൂട്ട് എക്സ്. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്താണ്, എക്സ് ആണ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എന്ന് പറയുന്നത് എന്താ കിട്ടി, എക്സ് നോട്ട് ആണെന്നുള്ളത് കിട്ടി. ശരിയല്ലേ? എക്സ് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് നോട്ട്. അപ്പൊ അത് എന്തിന്റെ ആൻസർ ആയിട്ടിരിക്കണേ, എൽ സ്ക്വയർ ഈക്വൽ ടു എക്സ് നോട്ട് എന്നാണ് കിട്ടിയത്. ഈ എൽ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം എന്താണ് മക്കളെ, എൽ സ്ക്വയർ ഈക്വൽ ടു എക്സ് നോട്ട് ആണെങ്കിൽ എൽ ഈക്വൽ ടു എന്താ വരിക, റൂട്ട് എക്സ് നോട്ട് അല്ലേ വരിക. ശരിയല്ലേ? ഈ എൽ എന്താണ്, എൽ എന്താ നമ്മൾ അസ്യൂം ചെയ്തിരിക്കണേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് റൂട്ട് എക്സ്. അതിന്റെ ആൻസർ എന്തെന്നെ കിട്ടി നമുക്ക്, റൂട്ട് എക്സ് നോട്ട് തന്നെ കിട്ടി. അതായത് ഇതിന്റെ ലിമിറ്റ് ആയിട്ടുള്ള എല്ലിന്റെ ആൻസർ കിട്ടിയത് റൂട്ട് എക്സ് നോട്ട് ആണ്. ഇനി നിങ്ങൾ ഇതിക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കേ. അതായത് എഫ് ഓഫ് എക്സ് നോട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും എന്താ കിട്ടുക, റൂട്ട് എക്സ് നോട്ട് ആണ്. അപ്പൊ ലിമിറ്റിനും ഒരേ ആൻസർ ആണ്, എഫ് ഓഫ് എക്സ് നോട്ടും ഒരേ ആൻസർ ആണ്. അത് രണ്ടും ഒരേതാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ ഫംഗ്ഷൻ എന്താന്ന് പറയാൻ പറ്റും, കണ്ടിന്യൂസ് ആണെന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ പറയാൻ പറ്റും ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് റൂട്ട് എക്സ് ഈക്വൽ ടു എൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ് നോട്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട്. ശരിയല്ലേ? അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് റൂട്ട് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എല്ലേനു. ആ എല്ലിന്റെ ആൻസർ നമുക്ക് എന്താന്ന് കിട്ടി, റൂട്ട് എക്സ് നോട്ടാന്ന് കിട്ടി. അതന്നെയാണ് എന്തിന്റെ ആൻസർ എന്ന് പറയുന്നത്, എഫ് ഓഫ് എക്സ് നോട്ട്. കാരണം എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ എന്താ, റൂട്ട് എക്സ്. അപ്പൊ എഫ് ഓഫ് എക്സ് നോട്ട് എന്താ വരിക, റൂട്ട് എക്സ് നോട്ട്. അതന്നെയല്ല ഇവിടെ കിട്ടിയാ നോക്കിക്കേ. അപ്പൊ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും therefore എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവാലുവേറ്റ് ദ ഫോളോവിംഗ് ലിമിറ്റ് യൂസിങ് കണ്ടിന്യൂറ്റി ഓഫ് റൂട്ട് എക്സ്. റൂട്ട് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് അറിയാലോ. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ചെയ്യാനാണ്. 2x ഡിവൈഡഡ് ബൈ 1 മൈനസ് റൂട്ട് എക്സ് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തു. റൂട്ട് എക്സ് കണ്ടിന്യൂസ് ആണ്, അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാം. എക്സ് കണ്ണോടുത്ത് 4 കൊടുത്തു കഴിഞ്ഞാൽ 2 into 4 ഡിവൈഡഡ് ബൈ 1 മൈനസ് റൂട്ട് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ 1 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 ബൈ കോഷ്യൻ റൂള് പ്രകാരം -1 നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തത് റൂട്ട് എക്സ് കണ്ടിന്യൂസ് ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇവിടെ എഴുതട്ടോ, റൂട്ട് എക്സ് ഈസ് ഓൾവേസ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ കണ്ടിന്യൂസ് ആയത് കൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. 1 മൈനസ് റൂട്ട് എക്സ് കണ്ടിന്യൂസ് ആണ്. ഇനി റാഷണൽ ഫംഗ്ഷൻ പ്രകാരം 1 മൈനസ് റൂട്ട് എക്സിന്റെ ആൻസർ നോക്കിക്കേ, 1 മൈനസ് റൂട്ട് 4 ആണ്. ദാറ്റ് ഈസ് 1 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ഇത് ഒരിക്കലും 0 അല്ല. 0 ആണെങ്കിലാണ് പിന്നെ ഇത് കണ്ടിന്യൂസ് അല്ല എന്ന് പറയാൻ പറ്റും. ഇത് 0 അല്ല. അപ്പൊ ഈ ഫംഗ്ഷൻ എന്താന്ന് പറയാൻ പറ്റും, കണ്ടിന്യൂസ് ആണെന്നുള്ളത് പറയാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് ബൈ റൂട്ട് എക്സ് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യല്ല. നമ്മളിവിടെ നോക്കുക, ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 0 വരും. ശരിയല്ലേ? റൂട്ട് 0 വരും. അപ്പൊ നമ്മൾ 0 നോൺ നെഗറ്റീവ്സിനാണ് റൂട്ട് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. റൂട്ട് എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ദ ഡിനോമിനേറ്റർ ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ വാനിഷസ് വെൻ എക്സ് ഈക്വൽ ടു 0. Hence the given function is not defined at x equal to 0. Therefore we can simplify the function. അല്ലെ, x equal to 0 ഇത് റാഷണൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് 0 വരും. അപ്പൊ ഇതിന് നമ്മൾ മാക്സിമം സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ റൂട്ട് എക്സ് ആ ഉള്ളത്. അപ്പൊ ഈ ഇതിനൊക്കെ റൂട്ട് എക്സിന് ഔട്ട് സൈഡ് എടുത്താൽ എന്താ സംഭവിക്കാം, 2 ഇൻറ്റു എക്സ് സ്ക്വയറിന് എനിക്ക് എക്സ് ഇൻറ്റു എക്സിന് അതേപോലെ എനിക്ക് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എഴുതാം. എഴുതി കൂടെ ബൈ റൂട്ട് എക്സ്. എക്സ് ഇൻറ്റു റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആണ് അല്ലെ. ഇനി എല്ലാത്തുനിന്നും റൂട്ട് എക്സ് ഔട്ട് സൈഡ് എടുത്തേ. അപ്പൊ എന്താ വരിക, 2x റൂട്ട് എക്സ് മൈനസ് റൂട്ട് എക്സ് ബൈ
റൂട്ട് എക്സ് ക്യാൻസൽ ചെയ്യാം. അപ്പൊ എന്താ വരിക? ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 2x റൂട്ട് എക്സ് മൈനസ് റൂട്ട് എക്സ്. അപ്പൊ ഇവിടെ ഏത് റൂളാണ് യൂസ് ചെയ്തത്? റീപ്ലേസ്മെന്റ് റൂളാണ് യൂസ് ചെയ്തത് അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 0 ഇൻറ്റു 0 മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഈ റൂൾ യൂസ് ചെയ്തു? അഡീഷൻ റൂൾ യൂസ് ചെയ്തു, പ്രോഡക്റ്റ് റൂൾ ഞാൻ ഒന്നിച്ചെന്നെ എഴുതാണ്. അഡീഷൻ യൂസ് ചെയ്തു, പ്രോഡക്റ്റ് യൂസ് ചെയ്തു, കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ യൂസ് ചെയ്തു, ഐഡന്റിറ്റി യൂസ് ചെയ്തു, ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് റൂട്ട് എക്സും യൂസ് ചെയ്തു. എല്ലാതും അവസാനം തന്നെ എഴുതിയാൽ മതി. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ടൊന്നുമില്ലെങ്കിൽ എഴുതണമെന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഈ ഫംഗ്ഷൻ എന്താന്ന് പറയാൻ പറ്റും? കണ്ടിന്യൂസ് ആണെന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ഇമ്പോർട്ടന്റ് ആട്ടോ ഈ ക്വസ്റ്റ്യൻ, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. മോഡ് എക്സ് ബൈ എക്സ് എക്സിസ്റ്റ്, ജസ്റ്റിഫൈ. എന്താ പറഞ്ഞത്? മോഡ് എക്സ് ബൈ എക്സ്, നമ്മുടെ എഫ് ഓഫ് എക്സ് എന്താണ്? മോഡ് എക്സ് ബൈ എക്സ് കണ്ടിന്യൂസ് ആണെന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അത് ഞാൻ മോഡ് എക്സിനെ കുറിച്ചൊന്ന് നോക്കട്ടെ. മോഡ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചിട്ടില്ല? മോഡ് എക്സിന്റെ വാല്യൂ എക്സ് ആണ് എപ്പോ? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 4 മൈനസ് എക്സ് ആണ് 4 എക്സ് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0. ശരിയല്ലേ? ഇങ്ങനെയാണ് നമ്മൾ മോഡ് എക്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. മോഡ് എക്സ് ഈക്വൽ ടു എക്സ്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മൈനസ് എക്സ് 4 എക്സ് ലെസ്. അങ്ങനെ തന്നെയല്ലേ വരുന്നത്? നോക്കിക്കേ, എക്സിന്റെ വാല്യൂ പോസിറ്റീവ് എടുക്കുക. 2 എടുക്കുകയാണെങ്കിൽ മോഡ് 2 എന്തെന്നെ വരുന്നത്? 2 തന്നെയാണ്. അതായത് എക്സ് 2 എടുക്കുകയാണെങ്കിൽ എക്സ് 2 എടുക്കുകയാണെങ്കിൽ മോഡ് എക്സിന്റെ വാല്യൂ എന്തെന്നെയാണ്? 2 തന്നെയാണ്. ഇനി എക്സ് ഈക്വൽ ടു -1 എടുക്കുക. എക്സ് ഈക്വൽ ടു -1 പറയുമ്പോൾ എക്സ് ലെസ് ദാൻ 0. അങ്ങനെ ആകുമ്പോൾ മോഡ് എക്സിന്റെ വാല്യൂ എന്താ? മോഡ് എക്സ് ഈക്വൽ ടു എന്താ വരിക? അതായത് മോഡ് -1 ഈക്വൽ ടു എന്താ വരിക? മൈനസ് ഓഫ് എക്സ് ആണ്. മൈനസ് ഓഫ് എക്സ് അറിയുന്ന -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 അല്ലെ. അപ്പൊ മോഡ് എക്സ് എന്നുള്ള ഫംഗ്ഷനെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ എനിക്ക് അങ്ങനെയാണെങ്കിൽ മോഡ് എക്സ് ബൈ എക്സിനെ എങ്ങനെ എഴുതാൻ പറ്റും? മോഡ് എക്സ് ബൈ എക്സ് എങ്ങനെ വരിക? എക്സ് ബൈ എക്സ് വരും 4 എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുമ്പോ, മൈനസ് എക്സ് ബൈ എക്സ് വരും 4 എക്സ് ലെസ് ദാൻ 0 ആവുമ്പോ. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ് എക്സ് ബൈ എക്സ് 1 വരും 4 എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മൈനസ് 1 വരും 4 എക്സ് ലെസ് ദാൻ 0. അപ്പൊ നമ്മുടെ ഫംഗ്ഷന് ഈ മോഡ് എക്സ് ബൈ എക്സ് എന്നുള്ളത് ഞാൻ അത്രയും ചെറുതാക്കിയിട്ട് ഇങ്ങനെ ആക്കി മാറ്റി എഴുതി. അതായത് എക്സിന്റെ വാല്യൂ, ഇതൊരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ് കേട്ടോ അത്. അതായത് എക്സിന്റെ വാല്യൂ 0യോ അതിന്റെ മുകളിലോ എടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് എന്താ വരിക? ഇവിടെ നമുക്ക് 1 എക്സ്, ഈ ഒരു കേസിലെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളത് എക്സ് ഗ്രേറ്റർ ദാൻ 0 എഴുതാലേ വകുപ്പുള്ളൂ കേട്ടോ. കാരണം എക്സ് ഈക്വൽ ടു 0 ആവുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ ഡിനോമിനേറ്ററിൽ വരില്ലേ? അതുകൊണ്ട് ഞാൻ 1 ആവും എക്സ് ഗ്രേറ്റർ ദാൻ 0, -1 ആവും 4 എക്സ് ലെസ് ദാൻ 0. ഇങ്ങനെ ആക്കിയിട്ട് മാറ്റി എഴുതാണ് അതിന് നമ്മുടെ മോഡ് എക്സ് ബൈ എക്സ്. കാരണം അവിടെ 0 വരുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് നോട്ട് ഡിഫൈൻ ഫോർ എക്സ് ഈക്വൽ ടു 0 അല്ലെ. Since for any real number x less than 0, f of x is -1. x ന്റെ വാല്യൂ ലെസ് ദാൻ 0 ഒക്കെ ആവുമ്പോൾ എന്താണ്? -1 വരും. ആൻഡ് ഫോർ എനി റിയൽ നമ്പർ x ഗ്രേറ്റർ ദാൻ 0, f of x ന്റെ വാല്യൂ എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. നമ്മുടെ f of x എന്ന് പറയുന്നത് എന്താണ്? മോഡ് x ബൈ x ആണ്. അപ്പൊ there is no number L which is approximately by f of x as x approaches to 0 from both side of 0. ശരിയല്ലേ? Therefore we have to say limit x tends to x naught f of x പറഞ്ഞാല് മോഡ് x ബൈ x does not exist. കാരണം എന്താ മക്കളെ? ഇപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ ഒന്ന് 1 ആണ്, ഒന്ന് മൈനസ്. ഞാൻ അതിന്റെ ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം നമുക്ക്. നോക്കിക്കേ,
നമുക്ക് എന്താ വേണ്ട, എക്സിന് ഒരു കോമൺ പോയിന്റ് വേണം അല്ലെ. അതായത് എക്സിന്റെ വാല്യൂ ഇപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ 0, എഫ് ഓഫ് എക്സിന് ആൻസർ നമുക്ക് കണ്ടിന്യൂസ് ആണെന്ന് പറയുകയാണെങ്കിൽ എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 കൊടുക്കുമ്പോഴും ഒരു ആൻസർ തന്നെ കിട്ടണം, എക്സിന്റെ വാല്യൂ ലെസ് ദാൻ 0 കൊടുക്കുമ്പോഴും ആ ഫംഗ്ഷൻ ഒരേ ആൻസർ തന്നെ കിട്ടണം. എന്നാലല്ലേ നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന. ലിമിറ്റ് കാണുക എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ ലെഫ്റ്റ് ലിമിറ്റും ഈക്വൽ ആവണം, റൈറ്റ് ലിമിറ്റും ഈക്വൽ ആവണം. ഈ 0 എന്നുള്ള പോയിന്റിന്റെ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് -1 ആണ്. 0 എന്നുള്ള പോയിന്റിന്റെ റൈറ്റ് ലിമിറ്റ് എന്താണ്, 1 ആണ്. അപ്പൊ അവിടെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എന്തല്ല, ഈക്വൽ അല്ല. അതായത് ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണില്ല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു ഫംഗ്ഷൻ പോലും എന്താവില്ല, കണ്ടിന്യൂസ് ആവില്ല. അതായത് കണ്ടിന്യൂസ് ആവാനുള്ള കേസുകൾ എന്താണ്, എഫ് ഓഫ് എക്സ് നോട്ട് എക്സിസ്റ്റ് ചെയ്യണം, അതായത് എഫ് ഓഫ് 0 എക്സിസ്റ്റ് ചെയ്യണം, പിന്നെ ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം. ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഇല്ല. കാരണം എന്താണ്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ പോയിന്റ്, ഇപ്പൊ പോയിന്റ് 0 ആണ്, അതിന്റെ ലെഫ്റ്റിക്കും ഒരു ലിമിറ്റും റൈറ്റിക്കും ഒരു ലിമിറ്റും, ആ രണ്ട് ലിമിറ്റ് എന്താവണം, ഈക്വൽ ആവണം. LHS ലിമിറ്റും RHS ലിമിറ്റും എന്താവണം, ഈക്വൽ ആവണം. ഇവിടെ ഈക്വൽ ആണോ, LHSന്റെ ലിമിറ്റ് നമുക്ക് കിട്ടുന്ന -1 ആണ്. 0ന്റെ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ ആൻസർ കിട്ടുന്ന -1 ആണ്, 0ന്റെ റൈറ്റിലോട്ട് പോകുമ്പോൾ ആൻസർ കിട്ടുന്നത് 1 ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഹിയർ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ, കണ്ടിന്യൂറ്റി ഒന്നും ചോദിച്ചിട്ടില്ല, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെന്നേ ചോദിച്ചിട്ടുള്ളൂ. അതിന്റെ റൈറ്റ് ലിമിറ്റിന് ഒരു വാല്യൂ, ലെഫ്റ്റ് ലിമിറ്റിന് ഒരു വാല്യൂ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ദ ലിമിറ്റ് ഈസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, thank you.